പാലാ KM മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ ക്യാൻസർ സെന്ററിന് 2,45,00,000 രൂപ അനുവദിച്ചു. ജോസ് കെ മാണി MP യാണ് റേഡിയോ തെറാപ്പി യൂണിറ്റിനായി ഫണ്ട് ലഭ്യമാക്കിയത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് പദ്ധതി നിർവഹണം എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് ജോസ് കെ മാണി പറഞ്ഞു. പാലാ KM മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ ക്യാൻസർ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി ഓങ്കോളജി വിഭാഗത്തിനായാണ് ജോസ് കെ മാണി MP 2,45,00,000 രൂപ അനുവദിച്ചത്. ആശുപത്രിയിൽ റേഡിയേഷൻ ചികിത്സാ വിഭാഗം കൂടി ആരംഭിക്കുന്നതിനായാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. ടെലി കോബാൾട്ട് യൂണിറ്റ് സ്ഥാപിക്കുന്നതിനായി ബങ്കർ നിർമ്മാണം നടത്തും. ടെലി കോബാൾട്ട് യൂണിറ്റിനായി ക്യാൻ കോട്ടയം ഫിറ്റ് കോട്ടയം പദ്ധതിയിൽ ഉപകരണം വാങ്ങുന്നതിലേക്ക് ജില്ലാ പഞ്ചായത്തും പാലാ നഗരസഭയും തുക ലഭ്യമാക്കിയിരുന്നുവെങ്കിലും ഉപകരണം സ്ഥാപിക്കുന്നതിന് ആവശ്യമായ കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് ലഭ്യമായിരുന്നില്ല. ഇതിനായി വിവിധ ഏജൻസികളെ സമീപിച്ചുവെങ്കിലും ഫണ്ട് ലഭ്യമാവാത്തതിനാൽ പദ്ധതി നീണ്ടുപോവുകയായിരുന്നു. 7,500 പരം ക്യാൻസർ രോഗികൾ ചികിത്സ തേടുന്ന ആശുപത്രി ഓങ്കോളജി വിഭാഗത്തിൽ കിടത്തി ചികിത്സയും കീമോതെറാപ്പി വരെയുള്ള ചികിത്സയും തീവ്രപരിചരണ വിഭാഗ സേവനവും ലഭ്യമാണ്. ഇവിടെ ചികിത്സ തേടുന്ന രോഗികളെ റേഡിയേഷൻ ചികിത്സയ്ക്കായി തിരുവനന്തപുരം, എറണാകുളം, കോട്ടയം കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യത്തിൽ രോഗികൾ വളരെ ബുദ്ധിമുട്ട് നേരിടുന്നതിനാലാണ് റേഡിയോ തെറാപ്പി യൂണിറ്റിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. കേന്ദ്ര ആണവോർജ്ജ വകുപ്പിന്റെയും ദേശീയ ആരോഗ്യ മിഷന്റെയും സഹായവും ലഭ്യമാക്കിയിരുന്നു. ബങ്കർ നിർമ്മാണത്തിനായുള്ള തുക ലഭ്യമാക്കിയ സ്ഥിതിയിൽ പദ്ധതി എത്രയും വേഗം സാക്ഷാത്കരിക്കുവാൻ നടപടി സ്വീകരിച്ചു വരുന്നതായി ജോസ് കെ മാണി MP പറഞ്ഞു. നമുക്കറിയാം, ഓരോ ദിവസം ചെല്ലും തോറും ക്യാൻസർ ബാധിച്ചിരിക്കുന്ന രോഗികൾ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ തന്നെ അതിൻ്റെ യൂണിറ്റ് ഉണ്ടെങ്കിലും അതിനുള്ള സൗകര്യങ്ങളില്ല. ജില്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും NHM-ഉം മിഷൻസൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള പണം അനുവദിച്ചിട്ടുണ്ടെങ്കിലും അതിനുള്ള സൗകര്യങ്ങൾ കെട്ടിടങ്ങളില്ല. അപ്പോൾ ആ കെട്ടിടം നിർമ്മിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ 2,45,00,000 രൂപ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇതുകൂടി വന്നു കഴിയുമ്പോൾ പൂർണ്ണമായും ഇവിടെയുള്ള നമുക്ക് ക്യാൻസറുമായി ബന്ധപ്പെട്ട രോഗികൾക്ക് പാലായിൽ തന്നെ ചികിത്സ നേടുവാനുള്ള അവസരം അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ പാലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റിയായി ബന്ധപ്പെട്ട് മിക്കവാറുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഇവിടെ വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടെ ഇത് ഈ ജില്ലയിൽ മാത്രമല്ല, ഇടുക്കിയിലും മറ്റു അടുത്തുള്ള പ്രദേശങ്ങളിലുള്ള രോഗികൾക്കും പ്രയോജനകരമാണ്. ഇതിനായി റേഡിയേഷൻ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള പ്രത്യേക കെട്ടിട നിർമ്മാണമാണ് നടത്തുന്നത്. സാങ്കേതിക പരിജ്ഞാനമുള്ള നിർമ്മാണ ഏജൻസി ഏൽപ്പിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും MP പറഞ്ഞു. റേഡിയോ സ്കാനിംഗ് ഉപകരണങ്ങൾക്കായും ഡിജിറ്റൽ മാമോഗ്രാം, ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാനർ എന്നിവയ്ക്കായും ശ്രമങ്ങൾ നടത്തുന്നതായും ജോസ് കെ മാണി അറിയിച്ചു. ആരോഗ്യവകുപ്പിന് കീഴിൽ ജില്ലയിലെ പ്രഥമ റേഡിയോ തെറാപ്പി ചികിത്സാ യൂണിറ്റാണ് പാലാ KM മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ ഉണ്ടാകുന്നതെന്ന് ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി അംഗം ജെയ്സൺ മാന്തോട്ടം പറഞ്ഞു. ആ ബ്ലോക്കിന്റെ പ്രവർത്തനം എത്രയും വേഗം നിർമ്മിച്ച് രോഗികൾക്ക് റേഡിയേഷൻ സൗകര്യം ലഭ്യമാക്കാൻ കഴിയും എന്ന് പ്രത്യാശിക്കുകയാണ്. ഒരു വലിയ സമ്മാനമായിട്ടാണ് ഇത് കരുതുന്ന. ആരോഗ്യ മേഖലയുടെ വളർച്ചയ്ക്ക് വർദ്ധിച്ചു വരുന്ന ക്യാൻസർ രോഗികൾക്ക് ആശ്വാസമായി ഒരു പദ്ധതിയാണ്. അതായത് നേരത്തെ ആറ്റോമിക് എനർജി വകുപ്പിൽ നിന്നും ഉപകരണത്തിനുള്ള 5 കോടി രൂപയുടെ ഉപകരണ സഹായം ലഭ്യമാക്കിയിരുന്നു. അതും നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഈ കെട്ടിടം വരുന്നതോടുകൂടി ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ സുരക്ഷാ ക്രമീകരണത്തോടെയുള്ള കെട്ടിടം സ്ഥാപിതമാകുന്നതോടുകൂടി ആ ഉപകരണങ്ങളെല്ലാം ഇവിടെ സ്ഥാപിച്ച് ഈ നാട്ടിലെ കോട്ടയം, എറണാകുളം ഇടുക്കി ജില്ലകളിലെ രോഗികൾക്ക്, നിർദ്ധനരായ രോഗികൾക്ക്, ക്യാൻസർ രോഗികൾക്ക് പ്രയോജനപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. നിരവധി രോഗികൾക്ക് ആശ്വാസം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് പുതുതായി ആരംഭിക്കുന്ന റേഡിയോ തെറാപ്പി യൂണിറ്റ്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.